നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളുടെയും അവരുടെയും ഫ്യൂച്ചറുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് നമ്മൾ ഇടുന്നത് ഓരോന്നും. അത് നിങ്ങൾ എത്രത്തോളം പൂർണ്ണതയോടുകൂടിയാണോ കാണാൻ ശ്രമിക്കുന്നത് അത്രത്തോളം അതിലെ പോസിറ്റീവ് എനർജികൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയും നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവാകുന്ന എനർജികളെയും നെഗറ്റീവാകുന്ന ചിന്തകളെയും എല്ലാം ഹീലാക്കി കളയാനും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ നൽകുന്ന വിശ്വാസം, നമ്മൾ കുറേ പ്രാർത്ഥിച്ചു, നമ്മൾ കുറേ കേട്ടു എന്ന് പറയുന്നതിലല്ല, നമ്മളുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം, ഒരു പരിശുദ്ധമാകുന്ന ഒരു വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പോസിറ്റീവാകുന്ന ഓരോ കാര്യങ്ങളും വന്ന് ചേരുമെന്നത് 100% ഉറപ്പാണ്. അപ്പം ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകുക. ടാറോ റീഡിങ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. പിന്നെ തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ കഴിവാണ് തട്ടിപ്പ് നടത്തുക എന്നത് കേട്ടോ. അപ്പം അതിൽ നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കറൻറ്റ് എനർജിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ടവർ കാർഡാണ് ഫസ്റ്റ് എന്ന് വന്നിരിക്കുന്നത്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏതോ രീതിയിൽ ഒരു തകർച്ച സംഭവിച്ചു എന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാതെ, നിങ്ങൾ ഒരിക്കൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഒരു സ്റ്റക്ക് എനർജി, നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ചെയ്ത ഒരു കാര്യത്തിന് വളരെ ശക്തമായ ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുമുണ്ട്. അതുപോലെ തന്നെ വളരെ ശക്തമാകുന്ന ഒരു തകർച്ച, ഒരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം ഒരു എനർജറ്റിക്, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില സിറ്റുവേഷൻസിനെ നിങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു. ആ ഒരു ടവർ എനർജി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ്, അതായത് ഒരു ഡബിൾ എനർജിയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയതുകൊണ്ട് മാത്രം സംഭവിച്ച ഒരു തകർച്ച എന്ന് തന്നെ പറയാം. നിങ്ങൾ വിശ്വസിച്ച് കാണും, ആത്മാർത്ഥമായിട്ട് ഏതോ ഒരു സിറ്റുവേഷൻസിൽ ഫോക്കസ്ഡ് ചെയ്തു. നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിന് വളരെ ശക്തമായി വിശ്വസിച്ചു. അതിനകത്ത് പൂർണ്ണമായും പുറമേ കാണിച്ചതെല്ലാം സത്യസന്ധമാണ്. അതായത് പ്രകടനങ്ങളുണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അഭിനയം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാവുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന ഒരു തിരിച്ചടി കറൻറ്റിലി ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്നേഹബന്ധത്തിൽ, ഇമോഷണലി ഉള്ള ഒരു കാര്യത്തിൽ ഒന്നെങ്കിൽ ഒരു പുതിയൊരു തുടക്കം ലൈഫിൽ വന്നതാവാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇമോഷണലി കടന്നു വരികയും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന തിരിച്ചടി, നിങ്ങൾക്ക് തോന്നിയ ആ ഒരു ഇമോഷൻസ് തിരിച്ച് നിങ്ങളോട് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു തകർച്ചയുടെ, മാനസികമാകുന്ന തകർച്ചയുടെ കാരണമായിട്ടാണ് നമുക്ക് കാണുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുമുള്ള ഒരു ഷോക്ക്, അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജി നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇമോഷണലി വളരെയധികം ഒരു സ്റ്റക്ക് എനർജിയാണ്. ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ ഫോക്കസ്ഡ് ആണ്. ആ ഒരു സാഹചര്യത്തെ വിട്ടുകളയാൻ പറ്റുന്നില്ല. നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു എന്നും നിങ്ങളെ ചതിച്ചു എന്നും നിങ്ങൾ ഫോക്കസിങ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ച ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടേതല്ല എന്ന് മനസ്സിലായിട്ടും നിങ്ങൾ ഇപ്പോഴും ആ ഒരു സാഹചര്യത്തെ ഹോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു. നിങ്ങൾ അതിനെ ഇപ്പോഴും പോസിറ്റീവായി, വളരെയധികം നല്ലൊരു എനർജി ആയിട്ട് തന്നെ കാണുന്നു. ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നു.
എനിക്ക് കാണാൻ പറ്റുന്ന നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ച ഒരു തകർച്ചേനെയോ നിങ്ങളുടെ നഷ്ടങ്ങളെയോ ഒന്നും ചിന്തിക്കാതെ ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ പ്രഷ്യസ് ആയിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. കാരണം വളരെ പക്വതയോടെ കൂടി തന്നെ നിങ്ങൾ അതിനെ കാണുന്നു, മെച്യൂരിറ്റിയോട് കൂടി തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു, ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവാം. നിങ്ങൾ മനസ്സിൽ കാണുന്ന ആ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ്, ഏജ് ഡിഫറൻസ് ആവാം, അല്ലെങ്കിൽ റിലീജിയൻ സംബന്ധമായ ഡിഫറൻസ് ആവാം. എന്താണേലും നിങ്ങളുടെ അല്ലെങ്കിൽ കരിയർ പാത്തിലാണേലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എന്നാണ് കാണുന്നത്. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി നിങ്ങൾ ഫെയിലിയർ ആണ്. ഒരു രീതിയിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ട്, തെറ്റായ ഒരു സിറ്റുവേഷൻസിനെയാണ് ഞാൻ ഫോക്കസിങ് ചെയ്തതെന്നും നിങ്ങൾക്കൊരു തകർച്ച, ഇമോഷണലി ഒരു പൂർണ്ണ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിലുള്ള ബ്ലെസ്സിങ്സിനെ നിങ്ങൾ കാണാനും ശ്രമിക്കുന്നില്ല. നിങ്ങളിലേക്ക് എന്താണ് വരേണ്ടത്, എന്തിനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള ആ ഒരു കാര്യത്തെയും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് പൂർണ്ണതയോടുകൂടി ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ വരാനുണ്ട്. പക്ഷേ അതിനെ ഒന്നും കാണാതെ നിങ്ങളിപ്പോഴും ഈ ഒരു സാഹചര്യത്തെ, നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ ആവാം, ആ ഒരു സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു എങ്കിലെന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുപോലെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. ശരിക്കും ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാതെ ഇപ്പോഴും ആ ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ചെറിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരുപാട് വ്യക്തികൾ ഇപ്പോഴും ആ ഒരു സാഹചര്യത്തിന് ഫോക്കസിങ് ചെയ്ത് പിന്നാലെ പോകുന്നുണ്ടാവാം. ആ ഒരു സ്ഥലത്ത് നിന്നും അവഗണനയും ലോസും നഷ്ടങ്ങളും അനുഭവിച്ചിട്ടും ഇപ്പോഴും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ബാലൻസിലാകും, ഈ സാഹചര്യത്തെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെയുള്ള ഒരു ചിന്ത, ഒരു ഉറച്ച ഒരു വിശ്വാസം നിങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട്, ആ ഒരു എനർജിയോട് തോന്നുന്ന ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് ഈ ഒരു അവസ്ഥയ്ക്ക്, അല്ലെങ്കിൽ അത്രത്തോളം വിശ്വാസം, ആത്മാർത്ഥത, ഹൃദയത്തിൽ തട്ടിയുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇനിയും അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും, മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും, നല്ല രീതിയിലാകും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ഒരു പ്രതീക്ഷ നിങ്ങൾ അർപ്പിക്കുന്നുണ്ട്. നിരാശയാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷ, പാസ്റ്റിലെ ആ ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായ ചില അനുഭവങ്ങൾ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരുന്ന സ്നേഹം, ഇമോഷൻസുകൾ, ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും നിരാശയോട് കൂടി ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുന്നു, എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും മാറി നിൽക്കുന്നു. നിങ്ങൾ ഈ ഒരു സാഹചര്യത്തെ ചിലപ്പോൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവാം, കുറേ ആളുകൾ ഇതിൽ തന്നെ ഫോക്കസിങ് ചെയ്യുന്നുണ്ടാവാം. ഒരുപാട് പ്രാർത്ഥനയും പ്രയറും വഴിപാടുകളും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുക തന്നെ വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്നുവരെ അറിയാം. നിങ്ങൾക്ക് ഇതിനകത്ത് ഫിനാൻഷ്യൽ സംബന്ധമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ശരിക്കും കൈകാര്യം ചെയ്ത് കടന്നു പോയേക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഈ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ, നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിൽ ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾക്ക് വ്യക്തമായിട്ടും അറിയാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്നും ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസ്, ഈ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഈ ഒരു നിരാശയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയത് ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ കടന്നുകയറ്റമാണെന്നും എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആക്ഷൻ എടുക്കും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ കാലം അനുകൂലമാകാനായിട്ടും പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി
വ്യക്തിയുടെ എനർജി എന്താണെന്ന് നോക്കാം. വളരെ സ്റ്റക്കാണ്, അതായത് 2 എനർജിയിലാണ് നിൽക്കുന്നത്, 2 ഫേസ് എനർജിയിൽ. പുറമെ വളരെയധികം സ്ട്രോങ് ആണെങ്കിലും ഉള്ളുകൊണ്ട് വളരെയധികം കൺഫ്യൂഷൻ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നമ്മൾ പറഞ്ഞതുപോലെ 2 സിറ്റുവേഷൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ പ്രയോറിറ്റി. ഏതിനെ സ്വീകരിക്കണം, ഏതിനെ കളയണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, ഒരു തീർപ്പാക്കാൻ പറ്റാത്ത വിധം സ്റ്റക്കാണ്. അതായത് തീർച്ചയായിട്ടും നിങ്ങളെ വിട്ട് കളഞ്ഞു എന്നും പറയാൻ പറ്റില്ല, മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിനെ വിട്ട് കളയണം എന്ന് ചിന്തിക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയിലാണ്. വളരെയധികം ഒരു നിരാശ, സ്റ്റക്ക്നെസ് ആണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച്. ഒരു മായായ എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പെട്ടുപോകുന്ന, അതായത് മറ്റേതൊക്കെയോ സിറ്റുവേഷൻസുകളിൽ ചെന്ന് പെട്ടുപോകുന്ന ഒരു എനർജി ഉള്ള വ്യക്തിയാണ്. എന്തിലും വിശ്വസിക്കും, എന്തിലും ചെന്ന് കയറി കൊടുക്കുന്ന ഒരു എനർജി ഉള്ള പേഴ്സണെയാണ് കാണാൻ പറ്റുന്ന. ഒരുപാട് ഉത്കണ്ഠയും ഭയത്തെയൊക്കെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാവാം ഒരു തിരിച്ചറിവ്. ആ ഒരു വ്യക്തിക്ക് ഒരു ഉൾവിളി എന്നൊക്കെ പറയുന്നത് പോലെ ചില സാഹചര്യങ്ങളും ചില കാര്യങ്ങളുമെല്ലാം നല്ല ഒരു തിരിച്ചറിവിലേക്ക് എത്തിക്കുന്നുണ്ട്, ഒരു ഇൻഡ്യൂഷൻ. ആ ഒരു പേഴ്സൺ ഒരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒരു സാഹചര്യങ്ങളിൽ നിന്നും, ഇപ്പോഴാ ഒരു വ്യക്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനോ മുന്നോട്ടേക്ക് പോകുവാനോ പറ്റാത്ത വിധം ഭയപ്പെട്ട് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കാരണം ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നവരെയും എന്നാൽ ശത്രുവിനെയും തിരിച്ചറിയാൻ പറ്റാത്ത, നല്ലതും ചീത്തയെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ല രീതിയിൽ സ്ട്രഗ്ലിങ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റക്കാണ് ആ ഒരു പേഴ്സൺ. ഒരു ഡിസിഷൻ എടുക്കാനൊന്നും പറ്റാത്ത വിധം സ്റ്റക്കാണ്. അതുപോലെ ഇമോഷണൽ ബാലൻസ് ഒന്നുമില്ല, മുന്നോട്ടേക്ക് പോകാനേ പറ്റുന്നില്ല. എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഒരു അടി പോലും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, സ്ട്രഗ്ലിങ് ചെയ്യേണ്ടി വരുന്നു. പുതിയ കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടി വരുന്നു, കുറേ അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ആ ഒരു വ്യക്തി ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും അവിടെ വളരെ ശക്തമായ ഫൈറ്റിംഗ് നേരിടേണ്ടി വരുന്നുണ്ട്. അവർക്ക് ചുറ്റുമുള്ളവരുമായിട്ട് വളരെ ശക്തമായി കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് എപ്പോഴും തടസ്സങ്ങൾ മാത്രം, സക്സസ് അല്ല ഈ ഒരു പേഴ്സണിൽ സംഭവിക്കുന്നത്, തടസ്സങ്ങൾ മാത്രമാണ്. അതുപോലെ ഈ ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കാര്യത്തിലും മറ്റുള്ളവർ ഇടപെടാനും അതുപോലെ ശത്രുതാഭാവത്തോടു കൂടി പെരുമാറാനും മത്സരിച്ച് ഈ ഒരു പേഴ്സണെ ഒന്നുമല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്ന കുറേ എനർജികളും ഈ ഒരു വ്യക്തിയെ ശരിക്കും ബുദ്ധിമുട്ടിപ്പിക്കുന്നു. കറൻറ്റ് സിറ്റുവേഷൻസിൽ ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിളിങ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഭയവും ഉത്കണ്ഠയും എല്ലാം കടന്നുകൂടിയിട്ട് മുന്നോട്ടേക്ക് ഒരു പേഴ്സണ് പോകാനും പറ്റുന്നില്ല, ഒരു കാര്യങ്ങൾക്കൊരു തീരുമാനം എടുക്കാനും പറ്റുന്നില്ല. നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണെ കുറിച്ച് ആ ഒരു വ്യക്തിക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. പുതിയ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെയെല്ലാം കോൺഫ്ലിക്റ്റും തടസ്സങ്ങളും, പിന്നെ ഈ ഒരു പേഴ്സൻ്റെ ഈഗോ തന്നെ ഈ ഒരു വ്യക്തിയെ എല്ലായിടത്തും ശത്രുതാഭാവം ഉണ്ടാക്കാൻ കാരണമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മിത്രമായിട്ട് നിൽക്കുന്നവർ പോലും ഈ ഒരു പേഴ്സണ് പെട്ടെന്ന് ശത്രുവായി തീരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. ഫിനാൻഷ്യലി ഒരു ഇൻഡിപെൻഡൻസ് ആവുക എന്നൊരു ലക്ഷ്യം ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അത് ആ ഒരു പേഴ്സണ് ലഭിക്കണമെങ്കിൽ കർമ്മ എനർജി കറക്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ആ ഒരു വ്യക്തിക്ക് ഒരു കൺട്രോളിങ് പവറും വിൽ പവറും ഉണ്ടാവണമെങ്കിൽ, നല്ല രീതിയിൽ ഒരു ചലഞ്ചിങ് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് ശക്തമായി പോകണമെങ്കിൽ നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലം അത് നിങ്ങൾക്ക് തിരിച്ച് നൽകേണ്ടി വരുമെന്നാണ് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് കുറേ വ്യക്തികളിൽ നിന്നൊക്കെ ഫിനാൻഷ്യലി ഒക്കെ ആ ഒരു പേഴ്സൺ സപ്പോർട്ടിങ് നേടിയ ഒരു എനർജി കാണുന്നുണ്ട് പാസ്റ്റിൽ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ കറക്റ്റ് ചെയ്യേണ്ടി വരുമെന്നും അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് ആ ഒരു പേഴ്സൺ ഫോക്കസ്ഡ് ആകേണ്ടി വരുമെന്നുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു വ്യക്തിയുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങൾ എന്താണോ ആ ഒരു പേഴ്സണ് നൽകിയത് അത് അതിൻ്റെ ഇരട്ടിയായിട്ട് ആ വ്യക്തി നിങ്ങൾക്ക് തിരിച്ച് നൽകേണ്ടി വരും. അല്ലെങ്കിൽ നൽകണം എന്ന ആ ഒരു ചിന്ത ആ ഒരു പേഴ്സണെ ശരിക്കും കണക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങളെ അയാൾ
ഫോക്കസ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ അതേ സിറ്റുവേഷൻ തന്നെയാണ് അതിജീവിക്കുന്നത്, തകർച്ച തന്നെയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആ ഒരു പേഴ്സൻ്റെ ലൈഫിലും ഓരോ ട്രാജഡികൾ ഉണ്ടാകുന്നത്. ആ ഒരു വ്യക്തി ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നു. എവിടെ എന്ത് കാര്യം ചെയ്താലും അവിടെയെല്ലാം ആ ഒരു പേഴ്സണ് തകർച്ച മാത്രമേ ഉള്ളൂ, ഒരു സക്സസ് അല്ല. അതായത് ഒരു ഈശ്വരാധീനം ഇല്ലാത്ത ഒരു എനർജിയാണ്. നമുക്ക് അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഒരു അനുഗ്രഹം ആ ഒരു പേഴ്സണിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവും നെഗറ്റീവുമാകുന്ന ചിന്തകൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ കടന്നുകൂടുന്നുണ്ട്. ഒരു ട്രാവലിംഗ് എനർജി, ഒരു ദൂരേക്ക് പോയാലോ, ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിനെ വിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്കൊരു ട്രാവലിംഗ് ചെയ്താലോ എന്ന് വരെ ചിന്തിക്കേണ്ടതായ ഒരു സാഹചര്യം. അതായത് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു വ്യക്തിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ ഒരു പേഴ്സണെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പ്രതീക്ഷ എന്ന് പറയുന്നതും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ മാത്രമാണ്. ആ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുറവുകളെ അംഗീകരിക്കുന്നത് നിങ്ങളാണ് എന്നുള്ള ഒരു തിരിച്ചറിവും ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു അത്യാവശ്യം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് ആവുക എന്നതാണ്. അവിടെയാണ് ഏറ്റവും വളരെ ശക്തമായൊരു ലോസ് സംഭവിച്ച് നിൽക്കുന്നതും നഷ്ടത്തിലൂടെ കടന്നു പോകുന്നതും. കാരണം ചുറ്റും ശത്രുക്കളുടെ ഒരു എനർജിയാണ്. ചുറ്റും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശത്രു ഭാവത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികൾക്കിടയിലാണ് നിൽക്കുന്നതെന്ന ആ ഒരു തിരിച്ചറിവും ഈ ഒരു വ്യക്തിയെ ഭയപ്പെടുത്തുന്നതായിട്ടാണ്. കാരണം മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. കൂടാതെ തന്നെ ഒരു മൂൺ എനർജിയും ഉണ്ട്. അതായത് ശരിയായ കാര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം, ഒരു ദിവസം നല്ലതാണെങ്കിൽ 2 ദിവസം മോശമാകുന്ന സ്ഥിതി വിശേഷം ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ വന്നു ചേരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു കറൻറ്റ് എനർജി, അതായത് ഒരു ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇമോഷണലി ഒരു ബാലൻസ് ഉണ്ടാവുന്നുണ്ട്. നല്ല രീതിയിലൊരു എനർജി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരിച്ച്, ഉള്ളു തുറന്നൊന്ന് സംസാരിച്ച് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുമെന്നാണ് കാണുന്നത്. മാത്രവുമല്ല മെച്യൂരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണാനും സെൽഫ് ഡിസിപ്ലിനോട് കൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്കൊരു കമ്മ്യൂണിക്കേഷനും കണക്ഷൻസും ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ കേട്ടോ. നിങ്ങൾക്ക് തമ്മിലൊരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസ്, മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളും അതുപോലെ ലൈഫിൽ ചില ഗ്രോത്തൊക്കെ വരാനും സാധ്യതയുണ്ട്. ഒരുമിച്ച് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് മാത്രമേ ഇമോഷണലി ഈ ഒരു എനർജിയുമായിട്ട് ഫ്യൂച്ചറിൽ കണക്റ്റ് ചെയ്യാവുള്ളൂ എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. കാരണം ഒരുപാട് ബർഡൻ എനർജി ഇതിനകത്ത് കടന്നു വരും. നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു ബന്ധം ഫ്യൂച്ചറിലേക്ക് ഇമോഷണലി കണക്റ്റഡ് ആയാൽ പോലും ഒരുപാട് ബർഡനെ അതിജീവിക്കേണ്ടി വരുന്നതായിട്ടും ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ട് വരുമെന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇമോഷണലി ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആകുമ്പം വളരെയധികം ചിന്തിച്ച് മാത്രം തീരുമാനമെടുക്കുക എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾക്കിടയിൽ ഒരു ബാഡ് കർമ്മ എനർജി ഉണ്ട്, 2 വ്യക്തികളെയും കണക്റ്റ് ചെയ്ത്. ആ ഒരു ബാഡ് കർമ്മ എനർജിയുടെ എൻഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ നല്ലൊരു ന്യൂ ബിഗിനിങ്ങും നല്ല രീതിയിൽ ഒരു കൺട്രോളിങ് എനർജിയോട് കൂടിയും വിശ്വാസത്തോടു കൂടിയും മുന്നോട്ടേക്ക് പോകാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കിടയിൽ എപ്പോഴും ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എന്ന് പറയുന്ന പോലെ മറ്റൊരു സിറ്റുവേഷൻസും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ശരിക്കും ഒരു കാർമിക് എനർജിയുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു ബന്ധത്തെയും കാണിക്കുന്നുണ്ട്. കുറേ ആളുകളെ സംബന്ധിച്ച് ഇതൊരു കാർമിക് എനർജിയാണ്. ഒരു ലെസൺ പഠിക്കുക അല്ലെങ്കിൽ ഒരു ലെസൺ പഠിപ്പിക്കുക എന്നൊരു എനർജിയിൽ നിൽക്കുന്ന ബന്ധമായതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്കിടയിൽ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത്, അതായത് ആ ഒരു പേഴ്സൺ വരാനും തിരിച്ചു പോകാനും സാധ്യതയുള്ള ഒരു ഫ്യൂച്ചർ കൂടിയാണ് കാണുന്നത്. അത് ആ ഒരു പേഴ്സണെയോ നിങ്ങളെയോ കുറ്റപ്പെടുത്തിയിട്ടോ മോശമാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. അതാണ് അതിൻ്റെ എനർജി. ആ ഒരു ബന്ധത്തിൻ്റെ ആഴം അതുപോലെ നിലനിൽക്കുകയുള്ളൂ എന്നാണ് കാണുന്നത്. കാരണം പൂർണ്ണമായും ഒരു വ്യക്തിയിൽ ആത്മസംതൃപ്തിയോട് കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു കണക്ഷൻസ് അല്ല ഈ ഒരു റിലേഷൻ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം ഒരു കാർമിക് എനർജി, അതായത് ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ്, അതായത് ഒരു അട്രാക്ഷൻ എനർജി മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല പ്രാർത്ഥനയോടുകൂടി ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ടേക്ക്
മുന്നോട്ടേക്ക് ഫ്യൂച്ചറിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ചില കാര്യങ്ങളെ തിരുത്തുക. അതായത് ചില തെറ്റുകളെ ക്ഷമിച്ച് കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തെ നിങ്ങൾക്ക് ഏകദേശം ഒരു വിജയത്തിൽ എത്തിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. മറ്റ് സിറ്റുവേഷൻസിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്ന, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് ഭൗതികമാകുന്ന ചില കാര്യങ്ങളിൽ കൂടുതൽ കണക്റ്റഡായി പോകുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ച് എപ്പോഴും ഒരു അനദർ സിറ്റുവേഷൻസ് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുത്താൻ സാധിച്ചാൽ ഈ ഒരു ബന്ധത്തെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സക്സസ് ആയി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.